ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ചിക്കും അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കുക്കൂരും ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നല്ല കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടപ്പാലില്ലാന്നുണ്ടെങ്കിൽ നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ബൂസ്റ്റിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 5 രൂപയുടെ 2 പാക്കറ്റ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ചിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2 ബാച്ചാക്കി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തണുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് അരിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതാ സെക്കൻഡ് ബാച്ചും അടിച്ചിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു റെസിപ്പി. പിന്നെ ചിക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വെറൈറ്റി ഓരോന്ന് പരീക്ഷിച്ച് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് ഹോർലിക്സിൻ്റെ പൗഡർ വേണമെങ്കിൽ ചേർത്തിട്ട് ഇതുപോലെ അടിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.